ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ നമുക്ക് വീണ്ടും ഒരു പ്രഭാതം തന്നു. വീണ്ടും ദൈവം നമ്മളെ വിളിച്ചുണർത്തി അവനോടുകൂടെ ആയിരിക്കുവാൻ, വചനം ശ്രവിക്കുവാൻ അവൻ നമ്മളെ വീണ്ടും അനുവദിച്ചിരിക്കുക. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന കൃപകളെ ഓർത്ത് ദൈവത്തിന് മുമ്പിൽ നമുക്ക് നന്ദി പറയാം. പരിശുദ്ധാത്മാവ് ഇന്നേ ദിവസം നമ്മളെ പൂർണ്ണമായിട്ട് തൊടുന്നതിന്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് അനേകർക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഈ ദിവസം നമ്മൾക്ക് ആ അഭിഷേകത്തെ സ്വീകരിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. ആ അഭിഷേകം പരിശുദ്ധ കന്യകാമറിയം വഴി സ്വീകരിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിലയേറിയ മാധ്യസ്ഥ ശക്തിയാൽ പാപത്തെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട്, ശീലങ്ങളെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട്, യേശു ആഗ്രഹിക്കുന്നത് മാത്രം പ്രവർത്തിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ശക്തിയും നിറവിലും ഇനിയുള്ള അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിലായിരിക്കുവാനായിട്ടും പൂർണ്ണമായിട്ട് നമുക്ക് ദൈവ ഇഷ്ടത്തിന് നമ്മളെ തന്നെ ഭരമേൽപ്പിക്കാം. പൂർണ്ണമായിട്ട് ദൈവ ഇഷ്ടത്തിന് നമ്മളെ തന്നെ നമുക്ക് ഭരമേൽപ്പിക്കാം. നമ്മൾ ഇന്നലെ കേൾക്കുകയായിരുന്നു, പരിശുദ്ധ അമ്മ സ്വർഗത്തിലും ഭൂമിയിലും ഒരുപോലെ കൽപ്പിക്കാനായിട്ട് അധികാരപ്പെട്ടവളാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഒരുപോലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യും എന്നുറപ്പുള്ള ഏക മധ്യസ്ഥയാണ് പരിശുദ്ധ കന്യകാമറിയം. അപ്പോൾ ഭൂമിയിലുള്ള എൻ്റെ സഹോദരൻ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ മക്കൾ, ഇതിലേതെങ്കിലുമൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ പോകുന്നില്ലെങ്കിൽ അമ്മയെ നമുക്ക് ഏൽപ്പിക്കാം. അമ്മ സംസാരിക്കും, അമ്മ കൽപ്പിക്കും അവരോട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ചുറ്റുപാടുകളിലും, കെട്ടപ്പെട്ട് കിടക്കുന്ന ഏതവസ്ഥകളിലും, നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് നമുക്കറിയാവുന്ന ഏതവസ്ഥകളിലും, പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ പരിശുദ്ധ കന്യകാമറിയമുണ്ട്. നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാനും നമ്മുടെ കാര്യങ്ങൾ ദൈവത്തിന് മുൻപിൽ എത്തിക്കുവാനും പരിശുദ്ധ അമ്മ നമ്മൾക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കേണ്ട വസ്തുതയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, നമ്മളുടെ നേട്ടം കൊണ്ടോ നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള വിശുദ്ധിയാർന്ന മറ്റെന്തെങ്കിലും അവസ്ഥകൾ കൊണ്ടോ അല്ല, മറിച്ച് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും, നമ്മുടെ എല്ലാ വിശുദ്ധിയാർന്ന അവസ്ഥകളിലും, നമ്മുടെ എല്ലാ പരിത്യാഗ പ്രവൃത്തികളിലും എല്ലാത്തിലും പാപത്തിൻ്റെ കറ പുരണ്ടിട്ടുണ്ട്. എല്ലാത്തിലും പാപം നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനകളും. നമ്മൾ പോലും അറിയാതെ അതിലേക്ക് പാപവും പാപ സാഹചര്യങ്ങളും പാപവാസനകളും പാപപ്രവണതകളും കടന്നു വന്നുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ ഇതുവരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും, എന്തപേക്ഷിച്ചാലും അതിനകത്ത് ഒരു തരത്തിൽ നമ്മുടെ ബാഹ്യമായിട്ടുള്ള ആവശ്യങ്ങളും, മറ്റൊരു തരത്തിൽ അതിനകത്ത് നമ്മളുടെ ഭൗതികമായിട്ടുള്ള ചില നേട്ടങ്ങൾ നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രാർത്ഥന ഇതുവരെ ആരാധനയായിട്ട് ദൈവത്തിന് കിട്ടിയിട്ടില്ല. പ്രാർത്ഥനകളെല്ലാം നിയോഗങ്ങളായിട്ടാണ് ദൈവത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിയോഗങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതൊന്നും ആരാധനകളല്ല. ആരാധനകൾ ദൈവത്തെ മഹത്വപ്പെടുത്തലും, ദൈവത്തോട് നന്ദി പറയലും, ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിധേയപ്പെടലുമാണ് ശരിക്കും ആരാധന. ബാക്കിയുള്ളതെല്ലാം നിയോഗങ്ങൾ ദൈവത്തിന് സമർപ്പിക്കൽ മാത്രമാണ്. ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആരാധനയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആരാധനയാണ്, പ്രാർത്ഥനയല്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരാധന ദൈവത്തിന് സമർപ്പിക്കണമെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നവരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ കുറവുകളിലും പരിശുദ്ധ അമ്മയുടെ നിറവിനോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാനുള്ള വലിയ കൃപ ദൈവമായ കർത്താവ് നമുക്ക് നൽകും. ഹല്ലേലൂയ. നമ്മുടെ കുറവുകളിലും പരിശുദ്ധമ്മയോട് ചേർന്ന്, അമ്മയുടെ നിറവിനോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാനുള്ള വലിയ കൃപ ദൈവമായ കർത്താവ് അമ്മ വഴി നമുക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, എവിടെയെല്ലാം അമ്മ വഴി പ്രാർത്ഥിക്കുന്നുണ്ടോ
അമ്മയിലൂടെ ധ്യാനിക്കുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കലല്ല, വെറുത്തുപേക്ഷിക്കണം. എനിക്ക് വെറുപ്പുള്ളതിനെ ഒന്നും ഞാൻ കൂടെ കൂട്ടില്ല, എനിക്ക് വെറുപ്പുള്ളതിനെ ഒന്നും ഞാൻ കൊണ്ടു നടക്കത്തില്ല. എന്തിനോടെല്ലാം എനിക്ക് വെറുപ്പുണ്ടോ അതെല്ലാം എന്നെ സംബന്ധിച്ച് ശത്രുതയിലാണ്. പാപത്തെ വെറുത്തുപേക്ഷിക്കാതെ പരിശുദ്ധമ്മയെ കൂടെ കൂട്ടാൻ പറ്റില്ല. കാരണം പരിശുദ്ധമ്മ പരിശുദ്ധിയുടെ നിറകുടമാകയാൽ പാപവും പരിശുദ്ധിയും ഒരുമിച്ച് പോവാത്തത് കൊണ്ടും പാപത്തെ വെറുത്തുപേക്ഷിച്ച് പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പരിശുദ്ധമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥത്തിൽ അഭയം തേടേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ പാപത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം, പാപ സാഹചര്യങ്ങളെ ഒഴിവാക്കാനും തയ്യാറാകണം. പാപത്തെ ഉപേക്ഷിക്കുക. നമുക്കറിയാം, ഉത്ഭവ പാപം മുതൽ ഇങ്ങോട്ട് നമ്മളിൽ കിടക്കുന്ന ഒരു വാസനയുണ്ട്. സാത്താൻ്റെ പ്രലോഭനങ്ങളോട് മറുതലിക്കാനും പ്രതികരിക്കാനുമുള്ള ഒരു വാസന നമുക്കുണ്ട്. അവിടെ ഹവ്വായ്ക്ക് വേണമെങ്കിൽ ആ ഒരു സാഹചര്യത്തെ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ ഹവ്വായ്ക്ക് ആ ഒരു സാഹചര്യത്തെ സാത്താൻ പ്രലോഭനത്തിന് വേണ്ടി പ്രലോഭിപ്പിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ ആ സാഹചര്യത്തിൽ അവനോട് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിയിരുന്നെങ്കിൽ പോലും ഒരു പക്ഷേ ആ ഉത്ഭവ പാപം എന്ന് പറയുന്ന അവസ്ഥ ഭൂമിയിലേക്ക് വരത്തില്ലായിരുന്നു. പക്ഷേ അവിടെയും നമ്മൾ പാപമാണ്, പാപ സാഹചര്യമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ നടന്നു ചെല്ലുക. അതുകൊണ്ടാണ് പ്രഭാഷകൻ അതിൻ്റെ 21-ാം അധ്യായത്തിൽ പറയുന്നത്, മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ? മേലിൽ ചെയ്യരുത്, അടുത്ത് ചെന്നാൽ അത് കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്, അത് നിന്റെ ജീവൻ അപഹരിക്കും. മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ? മേലിൽ ചെയ്യരുത്, അടുത്ത് ചെന്നാൽ അത് കടിക്കും. അടുത്ത് ചെന്നാൽ അത് കടിക്കും. ഹവ്വായ്ക്ക് പറ്റിയത് അടുത്ത് ചെന്നപ്പോൾ കിട്ടിയ ദംശനം, അടുത്ത് ചെന്നപ്പോൾ കിട്ടിയ ദംശനമാണ്. അത് തന്നെയാണ് പ്രഭാഷകൻ പറയുന്നത്, അടുത്തു ചെന്നാൽ അത് നിന്നെ കടിക്കും. അപ്പോൾ പാപം എന്ന് പറയുന്ന ഒരു അവസ്ഥ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തു ചെല്ലാതിരിക്കാനായിട്ട് പരിശുദ്ധ അമ്മ നിന്നെ ആ പാപത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നും നിൻ്റെ ഉള്ളിലുള്ള പാപത്തോടുള്ള ചായ്വിൽ നിന്നും അമ്മ നിന്നെ വിടുവിക്കും, അമ്മ നിന്നെ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അമ്മ നമ്മളെ സഹായിക്കണം. ചില പാപത്തിൻ്റെ മേഖലയിൽ ഞാൻ വീണു പോകും എന്നെനിക്ക് തോന്നുന്ന സമയങ്ങളിലെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കണം, എൻ്റെ അമ്മ, എൻ്റെ ആശ്രയമേ, എന്നെ സഹായിക്കണമേ എന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. അതെപ്പോഴും അമ്മയോട് നിരന്തരം. ഞാനൊരു ദിവസത്തിൽ തന്നെ 100-100-ലധികം തവണ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത ജപം പോലെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്യമാണ്, എൻ്റെ അമ്മ, എൻ്റെ ആശ്രയമേ, എന്നെ സഹായിക്കണമേ. ഇത് നിരന്തരം ഓരോ ജീവിത മേഖലകളിലും, പുതിയ മിനിസ്ട്രികളിലും, പുതിയ ജീവിത സാഹചര്യങ്ങളിലോട്ട് ഇറങ്ങുമ്പോഴും, പുതിയ മേഖലകളിലേക്ക് ദൈവം കൊണ്ടുപോകുമ്പോഴും അവിടെയെല്ലാം ജ്ഞാനത്തിൻ്റെ അഭിഷേകം നമ്മൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ദിവ്യജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ കന്യകാമറിയമാണ് ജ്ഞാനത്തിൻ്റെ അഭിഷേകത്താൽ പുതിയ ജീവിത സാഹചര്യങ്ങളിൽ നമ്മെ നയിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ ജീവിത സാഹചര്യങ്ങളിൽ ദിവ്യജ്ഞാനത്താൽ നമ്മെ നയിക്കേണ്ടത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മയോട് നിങ്ങളുടെ ഓരോ പുതിയ ജീവിത സാഹചര്യങ്ങളിലും നിങ്ങൾ പ്രാർത്ഥിക്കണം. അതായത്, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എന്നെ സഹായിക്കണമേ എന്ന്. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എന്നെ സഹായിക്കണമേ എന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പുതിയ സാഹചര്യങ്ങളിലും പുതിയ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഓരോ പുതിയ ദിവസങ്ങളിലും പ്രിയപ്പെട്ട ദൈവജനമേ അറിയണം, നമ്മൾക്ക് പുതിയ സാഹചര്യങ്ങളെ നേരിടേണ്ടതായിട്ടുണ്ട്. പുതിയ പാപത്തെയും പാപ പ്രവണതകളെയും നേരിടേണ്ടതായിട്ടുണ്ട്. പുതിയ പ്രലോഭനങ്ങൾ നമ്മൾക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. ഓരോ ദിവസത്തിലും
ഓരോ ദിവസത്തിലും ഇന്നലെ നേരിട്ടു ഇന്നില്ല എന്നുള്ളതല്ല. സാത്താൻ ഒരിക്കലും നമ്മളെ പാപം ചെയ്യിക്കാനുള്ള അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നില്ല. സാത്താൻ ഒരിക്കലും നമ്മെ പാപം ചെയ്യിക്കാനുള്ള അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് സാത്താൻ ഒരിക്കലും പിൻവാങ്ങുന്നില്ല. കാരണം മറ്റൊന്നല്ല, അവൻ അവൻ്റെ രാജ്യത്തിലേക്ക് ആത്മാക്കളെ നേടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ പ്രവൃത്തി അവൻ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ അവൻ്റെ രാജ്യത്തിലേക്ക് ആത്മാക്കളെ നേടാനുള്ള പ്രവൃത്തി ഭംഗിയായിട്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സാത്താൻ ഒരിക്കലും അവൻ്റെ വേലയിൽ നിന്ന് അവൻ ഒരിക്കലും പിന്മാറത്തില്ല. അവൻ്റെ വേലയിൽ നിന്ന് അവൻ പിന്മാറാത്തത് കൊണ്ട് തന്നെ ഓരോ ദിവസവും പ്രിയപ്പെട്ട ദൈവജനമേ, പുതിയ പ്രലോഭനം, പുതിയ പാപം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പാപം ചെയ്യിക്കുന്ന പുതിയ വ്യക്തിത്വങ്ങളും ജീവിത സാഹചര്യങ്ങളും നമ്മൾ ഓരോ ദിവസവും ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയതിനെ നേരിടേണ്ടതായിട്ടുണ്ട്. ഈ എന്താണ് പുതിയത്? പുതിയ പാപം. നമ്മളൊരു എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം എൻ്റെ അപ്പനിൽ നിന്നും എൻ്റെ അമ്മയിൽ നിന്നും ഞാൻ സ്വീകരിച്ച ശരീരം, ആ ശരീരത്തിലേക്ക് ദൈവം നിക്ഷേപിച്ച അവൻ്റെ ആത്മാവ്. 3 തലമാണ് അവിടെ. എൻ്റെ അപ്പനിൽ നിന്ന് എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ സ്വീകരിച്ച ശരീരവും ആ ശരീരത്തിലെ ജീവൻ നിലനിർത്താൻ ദൈവം നിക്ഷേപിച്ച ആത്മാവും. അപ്പോൾ നമ്മളിൽ ഉള്ള ദൈവം നിക്ഷേപിച്ച ആത്മശരീരത്തിലേക്ക് ആണ് സാത്താൻ്റെ ലക്ഷ്യം. നമ്മുടെ ഭൗതിക ശരീരം അവൻ ആവശ്യമില്ല. അവൻ ആവശ്യം നമ്മുടെ ആത്മാവിനെയാണ്, ആത്മശരീരത്തെയാണ്. കാരണം ഇതാണ് തിരിച്ച് ദൈവത്തിലേക്ക് മടങ്ങി എത്തേണ്ടത്. ഈ കാലഘട്ടത്തിൽ സഭയിലുള്ള മക്കളെ ഏറ്റവും കൂടുതൽ സാത്താൻ ഇത്തരത്തിൽ ഭിന്നിപ്പിലൂടെ, മറ്റ് പാപത്തിലൂടെ, ജഡിക പാപങ്ങളിലൂടെ, ആസക്തികളിലൂടെ അവൻ അവൻ്റെ നേട്ടങ്ങളിലേക്ക്, അവൻ്റെ രാജ്യത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പുതിയ ജീവിത സാഹചര്യം, പുതിയ പാപം, പുതിയ പ്രലോഭനം ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി അവൻ ഒരുക്കിയിട്ടുണ്ട്. വിലാപങ്ങൾ പറയുന്ന ഓരോ ദിവസം എനിക്ക് നിന്നോടുള്ള സ്നേഹം പുതിയതാണ്. അത് ദൈവത്തിൻ്റെതെങ്കിൽ പിശാചിനും ഓരോ ദിവസവും നിനക്കൊരുക്കിയിരിക്കുന്ന പാപം പുതിയതാണ്, പഴയതല്ല. അതുകൊണ്ട് തന്നെ ആ പുതിയ പാപ അവസ്ഥകൾ നിന്നെ കാർന്ന് തിന്നാൻ തയ്യാറായിട്ട് ഓരോ ദിവസവും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് മാറാൻ, അതിൽ നിന്ന് ആ ഒരു പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിച്ച് പുറകിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ യേശുവിലേക്ക് നടന്നെടുക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമില്ലാതെ നമുക്ക് സാധിക്കില്ല. അമ്മ വഴിയേ പറ്റുള്ളൂ, അമ്മയിലൂടെയേ പറ്റുള്ളൂ. അമ്മ തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം. ഹല്ലേലൂയ. കാരണം നമ്മളെ കാക്കുന്ന മാലാഖമാരുണ്ട്, നമുക്കറിയാം. പക്ഷേ ഈ മാലാഖമാർ നമ്മുടെ പാപമനുസരിച്ച് ഈ മാലാഖമാർ നമ്മൾക്ക് വേണ്ടി എടുക്കുന്ന ചാർജിൽ വ്യത്യാസം വരും. നമ്മൾ ഉണർവോടെയും വിശ്വാസത്തോടെയും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ മാലാഖമാരുടെ പ്രൊട്ടക്ഷൻ കൂടുതൽ നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ആ മാലാഖമാരോട് കൽപ്പിക്കാൻ അധികാരപ്പെട്ടവളാണ് മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലോ പ്രവൃത്തിയിലും പ്രവർത്തനങ്ങളിലും മാലാഖമാരുടെ പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മ മാലാഖമാരോട് കൽപ്പിക്കണം, എനിക്ക് വേണ്ടി, എൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, എന്നെ പാപത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം എടുത്തേ. അതിൻ്റെ 26 മുതലുള്ള തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ദൈവത്താൽ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വിശുദ്ധ ഗബ്രിയേൽ അയക്കപ്പെട്ടു. ഇത്രയേ ഉള്ളൂ. പക്ഷേ അതിനു മുൻപ് കൊടുത്തിരിക്കുന്ന കുറച്ച് വിശേഷണങ്ങൾ നിങ്ങൾ വായിക്കുക. അതിനു മുൻപ് കൊടുത്തിരിക്കുന്ന ഒത്തിരി വിശേഷണങ്ങളുണ്ട്. വിശുദ്ധ ഗബ്രിയേൽ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു എന്നു മതി. അത്രയേ ഉള്ളൂ, അത്രയേ ആവശ്യമുള്ളൂ. പക്ഷേ അതിനു മുൻപ് വചനത്തിൽ നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഉണ്ട്.
നമുക്ക് വേണ്ടി വചനത്തിൽ ദൈവം മറച്ചു വച്ചിരിക്കുന്ന വിശദീകരണങ്ങൾ, എക്സ്പ്ലനേഷനുകളും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ എക്സ്പ്ലനേഷനാണ് പലപ്പോഴും ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കേണ്ടത്. ദൈവത്താൽ അയക്കപ്പെട്ട മാലാഖ പരിശുദ്ധമ്മയുടെ അടുത്തെത്തി. അമ്മയ്ക്ക് അത്രയും മതി. അമ്മ എന്ന് പറയുന്ന ആ പരിശുദ്ധിക്ക് അത്രയും മതി. ദൈവത്താൽ അയക്കപ്പെട്ടു, അമ്മയുടെ അടുത്ത് മാലാഖ എത്തി. അമ്മയ്ക്ക് അത്രയും മതി, അത്രയും അമ്മയ്ക്ക് ആവശ്യമുള്ളൂ. പക്ഷെ ബാക്കിയുള്ളതെല്ലാം നമുക്കുള്ളതാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് അയക്കപ്പെട്ടു. അപ്പോൾ ദാവീദ് വംശത്തിൽപ്പെട്ട ജോസഫ് 1, കന്യകയായ പരിശുദ്ധ മറിയം 2, ജോസഫ് എന്ന പുരുഷനുമായി പേരായ പുരുഷനുമായിട്ട് എടുത്തു പറയുന്നു, പുരുഷനുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അപ്പോൾ 6-ാം മാസമാണ് ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ എത്തുന്നത്. 6-ാം മാസം. പ്രിയപ്പെട്ട ദൈവജനമേ, ഗബ്രിയേൽ ദൂതൻ നസ്രത്ത് എന്ന പട്ടണത്തിലേക്ക് ദൈവത്താൽ അയക്കപ്പെടുക. ഇത് തന്നെയാണ് മംഗളവാർത്തയായിട്ട് നമ്മൾ എടുക്കുന്നത്. മംഗളവാർത്ത. ആർക്കാ മംഗളം കിട്ടിയത്? ഇവിടെ മംഗളവാർത്തയായിട്ട് ഈ ഒരു സന്ദർശനത്തിന് സ്വീകരിക്കുന്നത് ഒരിക്കലും അമ്മയല്ല, ഞാനും നിങ്ങളും, ലോകം മുഴുവനുമാണ് ഇത് മംഗളവാർത്തയായിട്ട് സ്വീകരിക്കുന്നതെങ്കിൽ, പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് ഇത് പ്രവാചകൻ പറഞ്ഞതുപോലെ നിന്റെ ഹൃദയത്തെ ഭേദിക്കുന്ന വാളാണ്, നിന്റെ ഹൃദയ വിചാരങ്ങളെ തുളയ്ക്കുമാറ് വരുന്ന വാളാണ് പരിശുദ്ധ അമ്മ ഈ സ്വീകരിക്കുന്ന മംഗളവാർത്ത. പ്രിയപ്പെട്ട ദൈവജനമേ, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ എതിരേൽക്കണമെങ്കിൽ അമ്മയിലുള്ള പരിശുദ്ധി എത്ര വലുതാവണം എന്ന് നിങ്ങൾ ചിന്തിക്കണം. സ്വർഗത്തിൽ നിന്നുള്ള പ്രധാന മുഖ്യ ദൂതന്മാരിൽ ഒരാളായ ഗബ്രിയേൽ അമ്മയുടെ അടുത്തേക്ക് വരണമെങ്കിൽ, അയക്കപ്പെടണമെങ്കിൽ സ്വർഗം അമ്മയെ എത്ര മാനിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സ്വർഗത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൂതന്മാരിൽ ഒരുവൻ ഭൂമിയിലേക്ക് വന്ന് ഒരു കന്യകയുടെ മുന്നിൽ നിൽക്കണമെങ്കിൽ ആ കന്യകയിൽ വെറുതെ എന്തെങ്കിലും ഒരു കന്യകാത്വം മാത്രം കൊണ്ട് ആ ദൂതൻ വരത്തില്ല. ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ടുള്ള വെളിപ്പെടുത്തലുകളിൽ പറയപ്പെട്ടതിലേക്കാണ്. കാരണം തൃത്വത്തിലേക്കാണ്. അതായത് പരിശുദ്ധ തൃത്വത്തിൻ്റെ കൂടാരമാണ് പരിശുദ്ധമ്മ. അതുകൊണ്ട് തന്നെ തൃത്വത്തിലെ രണ്ടാമന് വരാനുള്ള ഇരിപ്പിടം സജ്ജമാക്കാനായിട്ട് ദൂതൻ ആദ്യമേ പരിശുദ്ധമ്മയിലേക്ക് കടന്നു വരുന്നുണ്ട്. ദൂതൻ ആദ്യമേ പരിശുദ്ധ കന്യകാമറിയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവളെ ഒരുക്കുകയാണ്, സന്ദേശം സ്വർഗത്തിൻ്റെ അറിയിക്കുക. പ്രിയമുള്ള ദൈവജനമേ, ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവദൂതന് എന്നിലും നിങ്ങളിലും എന്ത് പ്രവർത്തിക്കാനുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ദൈവത്താൽ അയക്കപ്പെട്ട ദൂതൻ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇപ്പോഴും പരിശുദ്ധ അമ്മയിലേക്ക് കടന്നു വന്ന ദൈവിക ദൂതൻ അമ്മയുടെ പരിശുദ്ധിയുടെ തലമനുസരിച്ചാണ് അമ്മയിലേക്ക് കടന്നു വരുന്നതെങ്കിൽ, നമ്മളിലേക്കും ദൈവം ഇതുപോലെ നമ്മുടെ വ്യക്തി ജീവിത സാഹചര്യങ്ങളിൽ ഇതുപോലെ ഓരോ ദൂതന്മാരെ നമുക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്, കൽപ്പിച്ച് അനുവദിച്ചിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ദൂതന്മാർ നമ്മൾക്ക് വേണ്ടി നമ്മുടെ ഓരോ ജീവിത സാഹചര്യം അനുസരിച്ച് നമ്മളിലേക്ക് ദൈവം അയക്കുന്നുണ്ട്. പക്ഷേ ആ ദൂതനെ കാണാൻ തക്ക വിശുദ്ധി എൻ്റെ കണ്ണുകൾക്കില്ലാത്തത് കൊണ്ടും അതിനെ എതിരേൽക്കാൻ തക്ക വിശുദ്ധി എൻ്റെ മനസ്സിന് ഇല്ലാത്തത് കൊണ്ടും പലപ്പോഴും ഇതിൻ്റെ പ്രസൻസ്, ഇങ്ങനെ ഒരു അയക്കപ്പെടലിനെ പറ്റി ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് യാതൊരു തരത്തിലും ഒരു ബോധ്യവുമില്ലാതെ നമ്മൾ ജീവിച്ചുകൊണ്ട് പോവുക. പക്ഷേ ദൈവം നമ്മെ മാനിക്കുന്നുണ്ട്, പരിശുദ്ധ അമ്മ നമ്മെ മാനിക്കുന്നുണ്ട്, സ്വർഗം പ്രിയപ്പെട്ടവരെ നമ്മളെ മാനിക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ തിരിച്ചറിയണം, സ്വർഗം എപ്പോഴും നമ്മളെ മാനിക്കുന്നുണ്ട്. കാരണം സ്വർഗത്താൽ അയക്കപ്പെട്ട പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്ന, സ്വർഗത്താൽ അയക്കപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവ്, സ്വർഗത്തിലുള്ള
ദൈവത്തിലുള്ള പുത്രൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് സ്വർഗം എന്നെ മാനിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ, ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് തന്നെ സ്വർഗം എന്നെ മാനിക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. അപ്പം നമുക്ക് നമ്മളിൽ തന്നെ ഒരു വ്യക്തിത്വം ഉണ്ട്, സ്വർഗത്തിൻ്റെതായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗത്തിൻ്റെതായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ സ്വർഗവുമായിട്ടുള്ള നിൻ്റെ ബന്ധം ഒരിക്കലും വിച്ഛേദിക്കപ്പെടുന്നതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് മടങ്ങി എത്തേണ്ടത് കൊണ്ട് തന്നെ നമ്മുടെ ആത്മാവും സ്വർഗവും തമ്മിലുള്ള ബന്ധം ഒരിക്കലും വിച്ഛേദിക്കപ്പെടത്തില്ല. അതങ്ങനെ തന്നെ നിലകൊള്ളും. നമ്മുടെ മരണശേഷം ആത്മാവ് തിരിച്ച് സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗം ലക്ഷ്യമാക്കി ആത്മാവ് ജീവിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗം ലക്ഷ്യമാക്കി ആത്മാവ് ജീവിക്കുന്നുണ്ടെങ്കിലാണ് മരണശേഷം ആത്മാവ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കത്തുള്ളൂ. അപ്പോൾ ഈ ആത്മാവിനെയാണ് സാത്താൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. നമ്മളുടെ ഈ ആത്മാവിനെ, സ്വർഗത്തിന് അവകാശമായിട്ട് നിന്നിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാമാണ് സാത്താൻ നിന്നിൽ നിന്ന് ഊറ്റിയെടുക്കാൻ നിൽക്കുന്നത്. സ്വർഗത്തിന് അവകാശമായിട്ട് സ്വർഗ ഇഷ്ടപ്രകാരം നിന്നിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാമാണ് സാത്താൻ ആവശ്യം നിന്നിൽ നിന്ന്. അല്ലാതെ നിന്റെ പാപങ്ങൾ സാത്താന് വേണ്ട, നിന്നിലുള്ള പാപവാസനകളും അവന് വേണ്ട. കാരണം അത് അവനാണ് നിനക്ക് തന്നത്. പക്ഷെ നിന്നിൽ സ്വർഗത്തിന് വേണ്ടുന്ന പുണ്യപ്രവൃത്തിയുണ്ടോ അതിനെ മോഷ്ടിച്ചെടുക്കാനും അതിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കാനും, പരിശുദ്ധാത്മാഭിഷേകം നിന്നിലുണ്ടോ അതിനെ നിന്നിൽ നിന്ന് ഒഴിവാക്കാനും അതിൽ നിന്ന് നിന്നെ വിടുവിക്കാനും, അങ്ങനെ സ്വർഗത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ പൂർണ്ണ വിടുതൽ അവൻ നിന്നിൽ സാധിച്ചെടുത്താൽ പിന്നെ ഈ ആത്മാവിൻ്റെ കൺട്രോള് അവനിലേക്ക് അവൻ ഏറ്റെടുക്കുക ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അവൻ ആദ്യമേ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ആദ്യമേ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനായതുകൊണ്ട് എല്ലാവരെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അതിൻ്റെ സ്വർഗം നൽകിയിരിക്കുന്ന ഇഷ്ടങ്ങളനുസരിച്ചാണ് അതിൻ്റെ വിശുദ്ധീകരണം ദൈവമായ കർത്താവ് നമ്മുടെ ആത്മാവിന് നൽകത്തുള്ളൂ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. സ്വർഗം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ജീവിതത്തിൽ സ്വർഗം നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ദൂതൻ ദൈവകൃപ നിറഞ്ഞവളുടെ അടുത്ത് എത്തിയിട്ട് ദൈവകൃപ നിറഞ്ഞവളാണ് നീ എന്നുള്ള ആഹ്വാനം ദൈവകൃപ നിറഞ്ഞവളോട് ദൂതൻ നേരിട്ട് പ്രഖ്യാപിക്കുകയാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നമ്മളായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയിൽ സ്വർഗം കൊടുത്ത ഈ ഒരു സ്ഥാനം, പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം കൊടുത്ത ഈ ഒരു അഭിഷേകം, പരിശുദ്ധ അമ്മയിലേക്ക് ദൈവം നൽകിയ ഈ ഏറ്റവും വലിയ അഭിഷേകം, അതായത് ദൈവകൃപ ഉള്ളവളെ എന്നുള്ളതല്ല, ദൈവകൃപയുള്ളവളെ എന്നുള്ളതല്ല, മറിച്ച് ദൈവകൃപ നിറഞ്ഞവള്. നിറയുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നും ഉണ്ടാവരുത് അതിനകത്ത്, എങ്കിലേ നിറഞ്ഞ അവസ്ഥയുള്ളൂ. അല്ലെങ്കിൽ ദൈവകൃപയും ഉള്ളവളെ എന്ന് പറയാനേ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരവസ്ഥ മാത്രം എന്നിലുണ്ടെങ്കിലാണ് അത് നിറഞ്ഞു എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരവസ്ഥ എന്നിലുണ്ടെങ്കിൽ അതിനെയാണ് ഞാൻ നിറഞ്ഞു എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ. ദൈവകൃപ നിറഞ്ഞവൾ,
പരിശുദ്ധ അമ്മയാണ്. അപ്പോൾ അവളിലുള്ളത് ദൈവകൃപ മാത്രമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നിന്ന് അവളിലേക്ക് നൽകപ്പെട്ട അഭിഷേകത്തിൻ്റെ വിഹിതം എത്രത്തോളമുണ്ട്, ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വിളിയുടെ വിഹിതം എത്രത്തോളമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. അതിൽ വ്യക്തമായിട്ട് പറയുന്നു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കുമെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ശത്രുത സ്ഥാപിക്കപ്പെട്ട, ഉൽപ്പത്തിയിൽ സ്ഥാപിക്കപ്പെട്ട ഈ ശത്രുതയുടെ പൂർത്തീകരണമാണ് ദൂതൻ പരിശുദ്ധ അമ്മയോട് വന്ന് പറയുന്നത്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നുള്ളത്. ഹല്ലേലൂയ. ഈ അഭിഷേകത്തിൻ്റെ, ഈ അഭിവാദനത്തിൻ്റെ ലക്ഷ്യമാണ്, ഈ അഭിവാദനത്തിൻ്റെ പൂർത്തീകരണം. രണ്ടും അഭിവാദനമാണ്. ഉൽപ്പത്തിയിലുള്ളതും ഒരു തരത്തിൽ അഭിവാദനമാണ്. അവിടെയും പറയുന്നുണ്ട് ദൈവകൃപ നിറയുന്ന അവസ്ഥ, അതായത് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കുന്നു. എന്നേക്കുമായിട്ട് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഒരേ ഒരു ശത്രുത, എന്നേക്കുമായിട്ട് ദൈവം സ്ഥാപിച്ച ഒരേ ഒരു ശത്രുത, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലുള്ള ശത്രുത. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശത്രുത എനിക്കും പാപത്തോട് ഉണ്ടാകണമെന്നുള്ളതാണ് പരിശുദ്ധമ്മ ഓരോ നന്മ നിറഞ്ഞ മറിയമേ നമ്മൾ ചെല്ലുമ്പോഴും അമ്മ നമ്മളിൽ ആഗ്രഹിക്കുന്നത് ഈ ശത്രുത നമ്മളിൽ വീണ്ടും വീണ്ടും ഉജ്ജ്വലിക്കാനായിട്ടാണ്. ഈ ശത്രുത എന്നും നമ്മളിൽ ഉണ്ടാവണം. ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുമ്പോഴും ഈ ശത്രുതയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ തരുന്നത്. എപ്പോഴെല്ലാം നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടോ ആ സമയത്തെല്ലാം ഈ ശത്രുതയെയാണ് നിങ്ങൾ ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കുന്നത്. സാത്താനുമായിട്ടുള്ള നിങ്ങളുടെ ശത്രുതയെ നിങ്ങൾ ഓരോ സമയത്തും ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ സമയത്തും നിങ്ങൾ ഊട്ടി ഉറപ്പിക്കുക സാത്താനുമായിട്ടുള്ള നിങ്ങളുടെ ശത്രുത. ഈ ശത്രുത അതിൻ്റെ മാക്സിമത്തിൽ തന്നെ നിൽക്കാനായിട്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുന്ന ഏക ഘടകമാണ് പരിശുദ്ധമായ അമ്മയുടെ പരിശുദ്ധ ജപമാല എന്ന് പറയുന്നത്. എന്താണ് അമ്മയുടെ ജപമാല? ഓരോ ജപമാലയിലും ഓരോ ജപമണികളിലും ഈ ശത്രുതയുണ്ട്. ജപമാലയിലുള്ള ചരടിൽ ഈ ശത്രുതയുണ്ട്, ജപമണികളിൽ ഈ ശത്രുതയുണ്ട്, അതിൻ്റെ ഓരോ അകലത്തിലും ഈ ശത്രുതയുണ്ട്. ജപമണികൾ തമ്മിലുള്ള അകലത്തിൽ ഈ ശത്രുത അമ്മ ഇട്ടിട്ടുണ്ട്. ജപമാലയിലുള്ള വിശുദ്ധ കുരിശിൽ ഈ ശത്രുത നാട്ടപ്പെട്ട് കിടക്കുന്നുണ്ട്. ജപമാലയിലുള്ള ഫാത്തിമ സുഹൃത ജപം ഈ ശത്രുതയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രാർത്ഥന അമ്മ നമുക്ക് തന്നതാണ്. അതുകൊണ്ട് എവിടെയെല്ലാം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുവോ ഈ ജപമാല കഴിഞ്ഞ് 10 നന്മ നിറഞ്ഞ മറിയമേ നമ്മൾ ചൊല്ലി കാഴ്ചവെച്ചതിന് ശേഷം പിന്നെ ഒരു അകലമുണ്ട് അവിടെ. ആ അകലം കഴിഞ്ഞ് വീണ്ടും സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി അല്ലെങ്കിൽ തൃത്വസ്തുതി ചൊല്ലാൻ വീണ്ടും ഒരു മണി, ജപമണി അവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അമ്മയോട് നമ്മൾ ജപമാല വഴി ഒന്നായി ചേരുമ്പോൾ അവിടെ വലിയ മണികളുണ്ട്. 10 ചെറിയ മണിയും ആ ചെറിയ മണിക്ക് ശേഷമുള്ള വലിയ മണിയും ആ ജപമാലയിലുണ്ട്. ആ വലിയ മണിയിൽ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് തൃത്വസ്തുതിയും, ഒന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയും, മറ്റൊന്ന് ഓ എൻ്റെ ഈശോയെ എന്ന് പറയുന്ന ഫാത്തിമ സുഹൃത ജപവും. 3 കാര്യങ്ങൾ വരുന്നതാണ് ജപമാലയിലുള്ള വലിയ മണികൾ. പക്ഷേ ജപമാലയിൽ 10 ചെറിയ മണികൾ പരിശുദ്ധമ്മ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 10 മണികളിൽ 10 തവണ നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ 10 കൽപ്പനയ്ക്കെതിരായിട്ടുള്ള പാപത്തോടാണ് നമ്മൾ ശത്രുത ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുമ്പോഴും നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 10 നന്മ നിറഞ്ഞ മറിയമേ വെറുതെ ഒരു 10 നന്മ നിറഞ്ഞ മറിയമേ അല്ല, 10 കൽപ്പനയ്ക്ക് എതിരായിട്ടുള്ള പാപങ്ങളോട് ഞാൻ ശത്രുത പ്രഖ്യാപിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
വളരെ നമ്മൾ പരിശുദ്ധ ജപമാല നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു അതിനകത്തുള്ള വലിയ മണിയിൽ വരുന്ന 3 പ്രാർത്ഥനകളുണ്ട്. വലിയ മണിയിൽ തൃത്വത്തെ ആരാധിക്കുന്ന തൃത്വസ്തുതിയുണ്ട്. വലിയ മണിയിൽ തൃത്വത്തെ ആരാധിക്കുന്ന തൃത്വസ്തുതി വലിയ മണിയിലുണ്ട്. ഫാത്തിമ സുഹൃത ജപം വലിയ മണിയിലുണ്ട്. സ്വർഗസ്വനായ പിതാവേ എന്ന് പറഞ്ഞ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയും വലിയ മണിയിലുണ്ട്. പരിശുദ്ധ അമ്മയുടെ 10 മണികൾ നമ്മൾ 10 കൽപ്പനകളോട് ചേർത്ത് വെച്ച് നമ്മൾ ചൊല്ലണം. ജപമാല ചൊല്ലുമ്പോൾ നമുക്കറിയാം, ജപമാലയിൽ സഭ നമുക്ക് തന്നിരിക്കുന്ന 4 രഹസ്യങ്ങളുണ്ട്. സന്തോഷത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, പ്രകാശത്തിൻ്റെ, മഹിമയുടെ 4 രഹസ്യങ്ങൾ സഭ നമുക്ക് തന്നിട്ടുണ്ട്. 4 രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ജപമാല ചെല്ലുമ്പോഴും ഈ 4 രഹസ്യം, സന്തോഷത്തിൻ്റെ രഹസ്യം, ഈ സന്തോഷത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്ന 5 രഹസ്യങ്ങൾ സന്തോഷത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സന്തോഷത്തിലുള്ള 5 രഹസ്യം. ഈ സന്തോഷത്തിൻ്റെ 5 രഹസ്യങ്ങളിൽ 5 കാര്യങ്ങൾ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. 5 അവസ്ഥകൾ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ഒന്ന് പരിശുദ്ധ അമ്മക്ക് കിട്ടിയ മംഗളവാർത്ത സന്ദേശം, 2 എലിസബത്തിന് സന്ദർശനം, 3 ഈശോയുടെ ജനനം, 4 അമ്മയുടെ ശുദ്ധീകരണത്തിൽ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നത്, 5 ജെറുസലേം ദേവാലയത്തിൽ യേശുവിനെ നഷ്ടപ്പെടുന്നത്. 5 അവസ്ഥകൾ. പ്രിയപ്പെട്ടവരെ, ഇതിലാദ്യത്തേത് മംഗളവാർത്ത സന്ദേശം നിങ്ങളെടുത്താൽ, ഈ മംഗളവാർത്ത സന്ദേശത്തിൽ എൻ്റെ 10 പാപങ്ങളെയാണ് ഈ മംഗളവാർത്ത സന്ദേശത്തിലൂടെ കീഴടക്കാൻ, അല്ലെങ്കിൽ ആ പാപത്തിൽ നിന്ന് ലോക ജനത്തെ രക്ഷിക്കാനായിട്ട് ഗബ്രിയേൽ മാലാഖ ദൈവത്താൽ അയക്കപ്പെട്ട് അമ്മയ്ക്ക് കൊടുത്ത സന്ദേശം എന്ന് പറയുന്നത് ഈ 10 കൽപ്പനയ്ക്കെതിരെ ഞാൻ ചെയ്ത പാപത്തിന് പോക്കാനായിട്ട്, ആ പാപത്തിൻ്റെ വിഹിതം എന്നിൽ നിന്ന് മാറ്റി എൻ്റെ ആത്മാവിനെ, ആ ചേച്ചി ഉറങ്ങാതിരിക്കാൻ വേണ്ടി വിളിച്ച റോസ് ചേച്ചി ഉറങ്ങരുത് കേട്ടോ, ഇന്നലെ മുതലിരുന്ന് ഉറക്കുക. അപ്പോൾ ഈ പാപത്തിൻ്റെ വിഹിതം, പ്രിയപ്പെട്ടവരെ, ഈ പാപത്തിൻ്റെ വിഹിതത്തിൽ നിന്ന് എൻ്റെ ആത്മാവിനെ ആ കറകളിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് ഗബ്രിയേൽ മാലാഖയാൽ ഒരു സന്ദേശം സ്വർഗം ലോകത്തിന് നൽകുക. ഈ സന്ദേശം സ്വീകരിച്ചവള് പരിശുദ്ധ കന്യക മറിയം. മംഗളവാർത്ത സന്ദേശം, ഈ സന്ദേശം സ്വീകരിച്ചത് പരിശുദ്ധ കന്യക മറിയം. ആരിൽ നിന്ന്? സ്വർഗത്തിൽ നിന്ന്. ആർക്കു വേണ്ടി? ലോകത്തിന് വേണ്ടി അമ്മ സ്വീകരിച്ചതാണ് മംഗളവാർത്ത. അമ്മയ്ക്കുള്ളതല്ല മംഗളവാർത്ത, മറിച്ച് സകല ജനപദങ്ങൾക്കും വേണ്ടി അമ്മ സ്വീകരിച്ചതാണ് മംഗളവാർത്ത സന്ദേശം, സകല ജനപദങ്ങൾക്കും വേണ്ടി. അപ്പോൾ ഞാൻ സന്തോഷത്തിൻ്റെ രഹസ്യത്തിൽ 1ാമത്തേതിനെ ഞാൻ ധ്യാനിക്കുമ്പോൾ ഞാൻ സ്വീകരിക്കേണ്ടത് ഇത് തന്നെയാണ്, ഈ മനോഭാവത്തെയാണ്. കാരണം എന്താ? ഈ മംഗളവാർത്ത സന്ദേശം ലഭിച്ച് മംഗളവാർത്ത അനുസരിച്ച് യേശു വന്നു. അവൻ പരിശുദ്ധ അമ്മയോടുകൂടെ 30 വർഷവും 3 വർഷം പരിശുദ്ധ ജീവിതം, അതിനുശേഷം പീഡാസഹനം, കുരിശുമരണം, ഉദ്ധാനം എല്ലാം കഴിഞ്ഞ് അവൻ തിരിച്ചു പോയിട്ടും ഞാൻ വീണ്ടും അവൻ വരുന്നതിന് മുൻപുള്ള ആ പാപാവസ്ഥയിലേക്ക് തന്നെയാണ് എൻ്റെ ജീവിതം പോകുന്നതെങ്കിൽ, ആദ്യത്തെ രഹസ്യം ഞാൻ ചൊല്ലി കാഴ്ചവെക്കുമ്പോൾ മംഗളവാർത്ത സന്ദേശത്തോട് ചേർന്ന് ഞാൻ എൻ്റെ പാപത്തിൻ്റെ 10 കൽപ്പന വഴി, കൽപ്പനയുടെ ലംഘനം വഴി ഞാൻ ചെയ്ത പാപത്തിൻ്റെ അവസ്ഥകൾ ദൈവ തിരുമുൻപിലേക്ക് ഞാൻ സമർപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ തിരുമുൻപിലേക്ക് ഞാൻ സമർപ്പിക്കുമ്പോൾ എൻ്റെ വിശുദ്ധീകരണം, എൻ്റെ പാപ അവസ്ഥകളിൽ 10 കൽപ്പനകൾ ലംഘിക്കാൻ തക്ക വിധത്തിൽ എന്നിൽ കുടികൊള്ളുന്ന സാത്താൻ്റെ ശക്തിക്കെതിരെയാണ് അവിടെ ഞാൻ ശത്രുത പ്രഖ്യാപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ 10 കൽപ്പനയിൽ ഏത് നമ്മൾ പതിവായി ചെയ്യുന്നുവോ, അത് ഏത് അരൂപി നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നുവോ, 1ാമത്തെ രഹസ്യത്തിൽ തന്നെ ആ അരൂപി എന്നിൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ള സാധ്യതകൾ തെളിയുകയാണ്. ഇങ്ങനെ വേണം നിങ്ങൾ 5 രഹസ്യങ്ങളെ ധ്യാനിക്കാൻ. 5 രഹസ്യങ്ങളെ ധ്യാനിക്കാൻ ഈ 10 കൽപ്പനകൾ നമ്മൾ യേശുവിലേക്ക് കൊടുക്കുക ചെയ്യുന്നത്. എന്നിലാണ് ഈ 10 കൽപ്പനകൾ ദൈവം തന്നിരിക്കുന്നത്. എന്നിൽ തന്നിരിക്കുന്ന ഈ 10 കൽപ്പനകളെ കർത്താവിനെ തിരിച്ചു കൊടുക്കുക. ഞാൻ
10 കൽപ്പനകൾ കറയില്ലാതെ യേശുവിലേക്ക് തിരിച്ചേൽപ്പിച്ചു കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ ഏൽപ്പിക്കുന്നതിന് മുൻപ് അമ്മ വഴിയാണ് ഈ 10 കൽപ്പനകളെ 10 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി ഞാൻ ആ 10 കൽപ്പനകളിലൂടെ വന്ന പാപ മേഖലകളെ വിശുദ്ധി വരുത്തിക്കൊണ്ട് തിരിച്ച് യേശുവിലേക്ക് ഞാൻ ഏൽപ്പിക്കുക. അപ്പം ഞാൻ തിരിച്ച് ഏൽപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, എന്നിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് എന്താണോ അത് ആണ് ഞാൻ തിരിച്ചേൽപ്പിക്കുന്നത്. എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധീകരണം ഓരോ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും സാധ്യമാകുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധീകരണം ഓരോ ജപമാല ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും ഇത്തരത്തിൽ എൻ്റെ ആത്മവിശുദ്ധീകരണം സ്വർഗം സാധ്യമാക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. എൻ്റെ ആത്മവിശുദ്ധീകരണം ഓരോ ജപമാല ചൊല്ലുന്നത് വഴി സ്വർഗം സാധ്യമാക്കുന്നുണ്ട്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറയട്ടെ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറയട്ടെ ഹല്ലേലൂയ. പ്രത്യാശയോടെ പറയട്ടെ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറയട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും ഈ 10 കൽപ്പനയിലേക്ക് എന്നെ എത്തിക്കുന്ന 10 നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയിലേക്ക് എന്നെ എത്തിക്കാനായിട്ട് ആദ്യത്തെ രഹസ്യം ഞാൻ ചെല്ലുക. ആ മംഗളവാർത്ത സന്ദേശം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ആദ്യം ചൊല്ലുന്നത് സ്വർഗസ്നായ പിതാവേ എന്ന് പറയുന്ന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ജപമാലയുടെ 10 മണികളിലേക്ക് ഞാൻ പോകുന്നത്. 10 മണികളും 10 രഹസ്യങ്ങളാണ്. സന്തോഷത്തിൻ്റെ രഹസ്യത്തിലുള്ള 5 രഹസ്യങ്ങളിൽ അതിലാദ്യത്തെ രഹസ്യം എന്ന് പറയുന്ന ഈ പറയുന്ന മംഗളവാർത്തയിലുള്ള 10 മണികളിലും 10 രഹസ്യങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധ ജപമാല മൊത്തം രഹസ്യങ്ങളുടെ ജപമാലയാണ്. ഹല്ലേലൂയ. പരിശുദ്ധ ജപമാല രഹസ്യങ്ങളുടെ ജപമാലയാണ്. 10 മണികളിലും 10 രഹസ്യങ്ങൾ ഉണ്ട്. 10 മണികളിൽ 10 രഹസ്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണ്. അവിടെ ആ പ്രാർത്ഥനയിൽ അതുകൊണ്ട് തന്നെ ഈശോ ത്രിത്വൈക ദൈവത്തെ ആരാധിക്കാൻ ആ പ്രാർത്ഥനയിൽ ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും പിന്നെ അടുത്തത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഏറ്റവും വലിയ ധ്യാനവും ഏറ്റവും വലിയ പ്രാർത്ഥനയും ഈശോ പഠിപ്പിച്ച ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രാർത്ഥന, സ്വർഗത്തിന് വേണ്ടി നമ്മുടെ ആത്മാവിനെ ഒരുക്കാൻ പര്യാപ്തമായ പ്രാർത്ഥനയാണ് സ്വർഗസ്നായ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ആ സ്വർഗസ്നായ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥനയിൽ ഈശോ ഒരു തരത്തിലും ഭൗതികത മിക്സ് ചെയ്തിട്ടില്ല. അതിനകത്ത് മുഴുവനും ആത്മവിശുദ്ധീകരണവും ത്രിത്വൈക ദൈവത്തെ ആരാധിക്കലും മാത്രമാണ്. ത്രിത്വൈക ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സ്വർഗസ്നായ പിതാവിന് ആരാധന സമർപ്പിച്ചുകൊണ്ടാണ് ഓരോ രഹസ്യങ്ങൾ ജപമാലയിൽ നമ്മൾ ആരംഭിക്കുന്നത്. ഇങ്ങനെ ഓരോ രഹസ്യങ്ങൾ ജപമാലയിൽ ആരംഭിച്ചതിന് ശേഷം പിന്നീട് വരുന്ന 10 മണികൾ 10 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി നമ്മൾ കാഴ്ചവെക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ 10 കൽപ്പനകളാണ് നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത്. ഈ 10 കൽപ്പനകളിലൂടെ 10 താലന്താണ്. അതിനെ ഞാൻ 10 താലന്തായിട്ട് എടുത്താൽ, 10 നാണയമായിട്ടെടുത്താൽ, ഇതൊന്നും നഷ്ടപ്പെടാതെ ഞാൻ അതിനെത്രയും വിശുദ്ധിയോടുകൂടെ ഞാനതിനെ കാക്കുന്നുണ്ടോ, സൂക്ഷിക്കുന്നുണ്ടോ, അത് സ്വർഗത്തിലേക്ക് ഈ നൽകപ്പെട്ട നാണയത്തെ തിരിച്ചേൽപ്പിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന നിധിയാണ് സ്വർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 10 തവണ ഞാൻ പരിശുദ്ധ അമ്മയുടെ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന വഴി ദൈവത്തിൻ്റെ ശക്തി അമ്മയിലൂടെ എന്നിലേക്ക് കടന്നു വരും. കാരണം ഈ പ്രാർത്ഥന സ്വർഗം വെളിപ്പെടുത്തിയ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന വചനമാണ്. ഈ പ്രാർത്ഥനയിൽ അപേക്ഷയും പ്രാർത്ഥനയുമുണ്ട്.
പരിശുദ്ധ മറിയമേ എന്ന് പറയുന്ന അപേക്ഷയും നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുന്ന പ്രാർത്ഥനയും അടങ്ങിയതാണ് ഈ 10 രഹസ്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ 10 പ്രാർത്ഥനയോട് ചേർന്ന് 10 രഹസ്യങ്ങളോട് ചേർന്ന് നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. 10 രഹസ്യങ്ങൾ, 10 കൽപ്പനകളാകുന്ന 10 രഹസ്യങ്ങളോട് ചേർന്ന് ചൊല്ലി കാഴ്ചവെക്കണം. അങ്ങനെ നിങ്ങൾ ചൊല്ലി കാഴ്ചവെച്ചോ പ്രിയപ്പെട്ട ദൈവജനമേ, അഭിഷേകം, പരിശുദ്ധാത്മ അഭിഷേകം പരിശുദ്ധ കന്യകാ മറിയം വഴി നിങ്ങളിലേക്ക് ലഭിക്കപ്പെടും. ആ പരിശുദ്ധാത്മ അഭിഷേകം പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ തരത്തിൽ സ്വർഗത്തിനോട് അല്ലെങ്കിൽ സാത്താൻ്റെ ശക്തികളോടൊരു ശത്രുതയും സ്വർഗത്തിനോട് ഒരു ചായ്വും നമ്മളിൽ സൃഷ്ടിക്കും. ഓരോ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു ലങ്സിൽ ക്യാൻസറായിട്ടൊരു വ്യക്തി വന്നു. ആ ലങ്സിൽ ക്യാൻസറായിട്ട് ഇദ്ദേഹം വരുമ്പോൾ അദ്ദേഹം മറ്റൊരു സമൂഹത്തിലുള്ള വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് ജപമാലയില്ല, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കില്ല. അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി വന്നു. കാണാൻ വേണ്ടി വന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ലങ്സിൽ ക്യാൻസറാണ് ബ്രദറെ, പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ഇദ്ദേഹത്തിൻ്റെ പുറകിലായിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം ഈശോ കാണിച്ചു തരാം. മാതാവിൻ്റെ വലിയൊരു സാന്നിധ്യം. അപ്പോൾ ആ മാതാവിൻ്റെ സാന്നിധ്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ വ്യക്തിയുടെ രോഗത്തിൽ ഇടപെടാൻ അമ്മയ്ക്കേ പറ്റുള്ളൂ, അമ്മ വഴിയേ രോഗം സൗഖ്യമാക്കപ്പെടുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് അമ്മയെ കാണിച്ചു. അമ്മയെ കാണിച്ചപ്പോൾ അമ്മയുടെ സാന്നിധ്യം ഇങ്ങനെ വരും. അവിടെ സാന്നിധ്യം വന്ന് വീണ്ടും അതിങ്ങനെ മറയുന്നുണ്ട്, വീണ്ടും തെളിഞ്ഞു വരുന്നു, വീണ്ടും മറഞ്ഞു പോകുന്നു. അങ്ങനെ ആ ഒരു വിഷൻ ഇങ്ങനെ കണ്ടുകൊണ്ട് വന്നതിന് ശേഷം വീണ്ടും ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു, ഈശോ പറയുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഈ രോഗം സുഖപ്പെടും. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജപമാലയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജപമാലയില്ല, പക്ഷെ ജപമാല അനുസരിച്ച് നിന്നിൽ വിശുദ്ധീകരണം നടക്കുമെന്ന് ഈശോ പറയുന്നുണ്ട്. അതുകൊണ്ട് നിൻ്റെ വിശ്വാസം അനുസരിച്ചല്ല, ദൈവഹൃദയപ്രകാരം ജപമാലയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്. അതിൻ്റെ സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥന കഴിഞ്ഞ് 10 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോഴും ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്നതിന് മുൻപും ഈ ക്യാൻസറിന് കാരണമായിട്ട് എൻ്റെ ആത്മാവിൽ സാത്താനിട്ടിരിക്കുന്ന കെട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ അഴിച്ചു മാറ്റുന്നു. ഈ രോഗത്തിന് കാരണമാം വിധം എൻ്റെ ആത്മാവിൽ സാത്താനിട്ടിരിക്കുന്ന കെട്ട് ഓരോ നന്മ നിറഞ്ഞ പ്രാർത്ഥന ചെല്ലുമ്പോഴും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ അഴിച്ചു മാറ്റുന്നു. പരിശുദ്ധ അമ്മ അഴിച്ചു മാറ്റാനല്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ എന്ന് പറയുമ്പോൾ അത് എന്നിലുള്ള ദൈവത്വമായിരിക്കണം, എന്നിലുള്ള അഹന്തയാകരുത്. ഹല്ലേലൂയ. ആ ഉറങ്ങുന്ന ചേട്ടന്മാരെയൊക്കെ ഒന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ അഴിച്ചു മാറ്റുന്നു. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 4 ജപമാല, ഒരു ദിവസം 4 രഹസ്യങ്ങൾ, 4 മിസ്റ്ററീസ് മാത്രം കൊടുത്ത് വിട്ടു. പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് 3 മാസം തികഞ്ഞില്ല, ഒരു 70 ദിവസം ആയപ്പോഴേക്ക് ഈ വ്യക്തി വീണ്ടും തിരിച്ചു വന്നു. എന്നെ കാണാൻ വരുമ്പോൾ അതിൻ്റെ 4th സ്റ്റേജിലാണ് ക്യാൻസർ. അതിൻ്റെ 4th സ്റ്റേജിൽ നിൽക്കുന്ന ക്യാൻസർ ആ 4th സ്റ്റേജിൽ നിന്ന് താഴേക്ക് 2nd സ്റ്റേജ് 1st സ്റ്റേജിലേക്ക് എത്തിയിരിക്കുക. അദ്ദേഹം പറഞ്ഞു, അന്ന് ഞാൻ ചെയ്ത അതേ മെഡിസിൻ ഞാൻ ഇന്നും ചെയ്യുന്നുണ്ട്. പക്ഷേ അന്ന് ആ മെഡിസിൻ ചെയ്യുമ്പോഴും എൻ്റെ ക്യാൻസറിൻ്റെ ഘട്ടം 1st നിന്ന് 2nd നിന്ന് 3rd നിന്ന് 4th എത്തി. പക്ഷേ അതേ മെഡിസിൻ തന്നെ ഈ പ്രാർത്ഥനയോട് ചേർത്ത് ഞാൻ ഇന്ന് ഫോളോ ചെയ്തപ്പോൾ ആ ഒരു 4th നിന്ന് 1st ആ ക്യാൻസർ സെൽസ് താണു തുടങ്ങി എന്നുള്ളത് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയത് ഞാനിപ്പോൾ ഓർക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ മേൽ സാത്താനിട്ടിരിക്കുന്ന ചങ്ങല അമ്മയോട് ചേർന്ന് അഴിക്കാനുള്ള ബലം നിങ്ങളുടെ കരങ്ങൾക്ക് ഈശോ തരുന്നുണ്ട്. ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ ആത്മാവിൻ്റെ മേൽ സാത്താനിട്ടിരിക്കുന്ന ചങ്ങല, നിങ്ങളുടെ കടബാധ്യതയാണോ, നിങ്ങളുടെ രോഗമാണോ, കുടുംബ പ്രശ്നമാണോ, നിങ്ങളുടെ ആത്മാവിൻ്റെ മേൽ സാത്താൻ ഒരു ചങ്ങല ഇട്ടതാണ്
അതിന് കാരണം നിങ്ങൾ നോക്കുമ്പോൾ കുടുംബ പ്രശ്നമാണ് കാണുന്നത്. കുടുംബ പ്രശ്നമല്ല, അതിന് കാരണമാം വിധം നിൻ്റെ ആത്മാവിൽ സാത്താൻ ഇട്ടിരിക്കുന്ന ചങ്ങലയാണ് ആ കുടുംബ പ്രശ്നത്തിലേക്ക് നിന്നെ എത്തിച്ചത്, നിന്റെ രോഗത്തിലേക്ക് നിന്നെ എത്തിച്ചത്. വിശുദ്ധീകരണം നടക്കേണ്ടത് എപ്പോഴും ആത്മാവിനായിരിക്കണം, ശരീരത്തിനോ കാരണങ്ങൾക്കോ അല്ല. രോഗം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ അവസ്ഥയെ കാണിക്കാൻ ദൈവം തന്ന ഒരു സൈൻ മാത്രമാണ്, സിഗ്നൽ മാത്രമാണ്. അതല്ല നിന്റെ പ്രശ്നം. മറിച്ച് ആ പ്രശ്നത്തിലേക്ക് നിന്നെ നയിച്ച ആത്മസ്ഥിതിയാണ് നിന്റെ പ്രശ്നം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രശ്നത്തിലേക്ക്, ആ രോഗത്തിലേക്ക് നിന്നെ നയിച്ച ആത്മാവിൽ സാത്താൻ ഇട്ടിരിക്കുന്ന ചങ്ങല, കെട്ടാണ് പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരു രോഗമുണ്ടോ, ജപമാല ചൊല്ലുമ്പോൾ ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുന്ന പ്രാർത്ഥനയിൽ 10 തവണ നിങ്ങൾ ചൊല്ലി കാഴ്ചവെക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായിട്ട് എൻ്റെ ആത്മാവിൽ സാത്താനിട്ടിരിക്കുന്ന ചങ്ങലയെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ ഇപ്പോൾ അഴിച്ച് മാറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അഴിച്ചു മാറ്റണം. ദൈവത്തോട് പറയരുത് അഴിച്ചു മാറ്റാൻ, നീ അഴിച്ചു മാറ്റണം. അധികാരം നൽകപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും. കാരണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവം മറ്റുള്ളവരുടെ കയറി അഴിക്കാതിരുന്നാൽ മതി. നമ്മുടെ ഉള്ളിലുള്ള ഏത് പൈശാചിക പീഡകളെയും നമുക്ക് തന്നെ അഴിക്കാം. അധികാരം നൽകപ്പെട്ടിട്ടുണ്ട്, അത് അമ്മയോട് ചേർന്ന് ഉപയോഗിച്ചാൽ മതി. അധികാരം നൽകപ്പെട്ടത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ആ അധികാരം എന്നും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്നേ. കേൾക്കുകയായിരുന്നു ജപമാലയെക്കുറിച്ച്. ജപമാലയിൽ ഞാൻ പറഞ്ഞു 10 മണികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. 10 തരത്തിലുള്ള വിശുദ്ധീകരണമാണ് ദൈവം നമുക്കൊണ്ട് തരുന്നത്. 10 തരത്തിലുള്ള വിശുദ്ധീകരണം. ഇവിടെ ഈ 10 തരത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ മേലെ സാത്താനിട്ടിരിക്കുന്ന ചങ്ങലകൾ അഴിയപ്പെടാനായിട്ട് ദൈവം ഒരുക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയോട് കൂടെ ആയിരുന്നുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജപമാല നമുക്കറിയാം, ഏറ്റവും കൂടുതൽ അലസത സാത്താൻ കൊണ്ടുവരുന്നതും പരിശുദ്ധ അമ്മയുടെ ക്ലാസ് കേൾക്കുമ്പോഴാണ്. ഏറ്റവും കൂടുതൽ ഉറക്കം നമുക്ക് വരുന്നതും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴാണ്. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, 100 കണക്കിന് പേര് പറഞ്ഞിട്ടുണ്ട്. ജപമാല കയ്യിലെടുക്കുമ്പോൾ ഉറക്കം നോക്കും, 100 കണക്കിന് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അമ്മ ഈ ശത്രുത ആദ്യമേ അമ്മയോട് ചേർന്ന് ദൈവം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശത്രുത നമ്മളിൽ നിലനിൽക്കാൻ സാത്താൻ അനുവദിക്കത്തില്ല. സാത്താൻ അനുവദിക്കത്തില്ല. ആ ശത്രുതയ്ക്ക് കാരണമായിട്ടുള്ള മേഖല അവൻ നമുക്ക് കൊണ്ടുവന്ന് തരും, ഉറക്കിക്കെടുത്തും നമ്മളെ. ഇവിടെ ഒരു പരിശുദ്ധ അമ്മയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഉറക്കം വരുന്നതിന് കാരണം നമ്മളിലുള്ള സാത്താൻ്റെ അരൂപിയാണ്. അതിനുള്ള കാരണം നമ്മളുള്ള ഒരു അരൂപി നമ്മളിലുണ്ട്. കുറ്റപ്പെടുത്തുകയല്ല, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ഉറങ്ങി ഞാൻ ഉറങ്ങാതിരിക്കുക, അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലായിട്ട് നിങ്ങൾ ഇതിനെ സ്വീകരിക്കരുത്. നിങ്ങളുടെ അവസ്ഥകൾ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. ഉറങ്ങുന്നുണ്ടോ? അത്. രണ്ടാമത്തേത് നമ്മിലുള്ള വ്യഭിചാര ദുർഭൂതം. ഹോസേ 5:4 പറയുന്ന വ്യഭിചാര ദുർഭൂതത്തിൻ്റെ അരൂപി, സെക്ഷൽ സിൻ, സ്പിരിറ്റ് ഓഫ് ലസ്റ്റ് നമ്മിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ സമയത്ത്, ജപമാലയുടെ സമയത്ത്, വചനപ്രഘോഷണ സമയത്ത് ഉറങ്ങിക്കിടക്കും, ഉറക്കമായിരിക്കും. ഞാൻ അങ്ങനെ ഓരോരുത്തരെ തിരിച്ചറിയണത് ഏത് അരൂപിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അറിയാം ഏത് അരൂപിയാണെന്നുള്ളത്. അങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ കുടുംബത്തിലും പ്രാർത്ഥനയിൽ ഉറങ്ങിക്കിടക്കുന്നവരായിരിക്കും, ഉറക്കമായിരിക്കുള്ളൂ. അവരുടെ ജീവിതത്തിൽ യേശുവും ഉറങ്ങിക്കിടക്കുകയായിരിക്കും. കർത്താവ് ശിഷ്യരോടുകൂടെ കടലിൽ യാത്ര ചെയ്യുമ്പോൾ അത്രയും തിരമാല വന്നപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈശോ അമരത്ത് ശയിക്കുകയായിരുന്നു. ഈശോ വള്ളത്തിൻ്റെ അമരത്ത് ശയിക്കുക. അത്രയും തിരമാലയിൽ പെട്ട് നമുക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും? പക്ഷെ ഈശോ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയത് എന്തുകൊണ്ടാണ്? ഇതേ ശിഷ്യന്മാർ കർത്താവിനോട് കൂടെ ഗത്സമേനിയിൽ പോയപ്പോൾ ഉറങ്ങിക്കിടക്കുന്നവരായിരുന്നുള്ളത് കർത്താവിന് അറിയാവുന്നത് കൊണ്ട് ഈശോ ആദ്യമേ അവരുടെ മേഖലയിൽ ഉറങ്ങിക്കിടന്നില്ലേ? ഇത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിരമാലകൾ നിങ്ങളെ ബാധിക്കുന്ന സമയത്തും
ഈശോ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഈശോയും കിടന്നുറങ്ങുകയാണെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇഷ്ടത്തിന് നിങ്ങളെ തന്നെ വിട്ടു കൊടുക്കല്ലേ. ശരീരം ആഗ്രഹിക്കുന്നുണ്ട്, ഉറക്കവും ക്ഷീണവും തളർച്ചയും വിശപ്പും ഒക്കെ ശരീരം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇഷ്ടത്തിന് നിങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. ജപമാലയെക്കുറിച്ച് കേൾക്കുമ്പോൾ അത് വീണ്ടും, പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ ഉറക്കിക്കിടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമല്ല നിങ്ങളെ ഉറക്കിക്കിടത്തുന്നത്, മറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള സാത്താൻ്റെ കെട്ട് അവൻ കെട്ടിയിട്ടിട്ടുണ്ട്. ആത്മാവിനെ അവൻ കെട്ടിയിട്ടിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഉറങ്ങുന്നവരുടെ ആത്മാവിനെ അവൻ കെട്ടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയും വചനം കേൾക്കുമ്പോഴും നിങ്ങൾ വീണ്ടും ഉറങ്ങുക. ഒരു കൈയടിച്ചൊരു പ്രാർത്ഥന, ഒരു പാട്ട് ഗാനം ആലപിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ അതൊരു ശരീരത്തിൻ്റെ ക്ഷീണം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു അരൂപിയുടെ പ്രവർത്തനമാണ് നിങ്ങളിൽ നടക്കുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണേ. ഒരു ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ട് ഉറങ്ങിയാൽ ഒരു 2-3 മിനിറ്റ് ഉറങ്ങി വീണ്ടും എഴുന്നേൽക്കും. പക്ഷേ ഇത് ഇന്നലെ വന്നിരുന്ന് ഉറങ്ങാൻ തുടങ്ങിയവരെന്നും അവർ വിചാരിക്കുന്ന ഞാനൊന്നും കാണുന്നില്ല എന്ന്, മറഞ്ഞിരുന്നും ഒളിഞ്ഞിരുന്നും കിടക്കുമ്പോഴും വ്യക്തമായിട്ട് ഓരോരുത്തരെയും കാണാം. ഇവിടെ വ്യക്തമായിട്ട് കാണാം. അത് ക്ലിയറായിട്ട് ഈശോ കാണിക്കുന്നുണ്ട്. കാണാം. ഉയരത്തിലല്ലേ ഞാൻ നിൽക്കണേ. ഇവിടെ നിങ്ങൾ എങ്ങനെ ഉറങ്ങിയാലും എൻ്റെ കണ്ണിനാണെങ്കിൽ അത്യാവശ്യം കാഴ്ച ഉണ്ട് ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണാനായിട്ടൊരു കണ്ണട വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ എനിക്ക് ക്ലിയറായിട്ട് കാണാം നിങ്ങളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് അവസ്ഥയിലിരുന്ന് ഉറങ്ങിയാൽ ഏറ്റവും പുറകിലിരുന്ന് ഉറങ്ങുമ്പോൾ ബുദ്ധിമുട്ടോ, പ്രത്യേകിച്ച് വിളിക്കപ്പെട്ടവർ ഉറങ്ങുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ ഉണർവോടുകൂടെ ആയിരിക്കണേ. ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ ഉണർവോടുകൂടെ ആയിരിക്കണേ. ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ അലസതയിൽ ആയിരിക്കരുത്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ഇരിക്കാം. ചെറുതൊന്നുമല്ല. നിങ്ങളുടെ ഉറക്കമൊക്കെ എന്നേക്കുമായിട്ട് പോകാൻ ഇനി 3-4 വർഷം വേണ്ട, 2-3 വർഷം മതി. നിങ്ങളുടെ ഉറക്കമെല്ലാം എന്നേക്കുമായിട്ട് തീരും. നിങ്ങൾ ഉറങ്ങാൻ കിടന്നാൽ ഉറങ്ങാൻ പറ്റാത്ത രാത്രികളിലേക്ക് പോകുക. ഒരു 3 വർഷം മാക്സിമം 3 വർഷം മതിയാവും. അവസ്ഥയിലേക്ക് വരും. നിങ്ങൾക്കറിയില്ല നിങ്ങളെന്താ ചെയ്യുന്നതെന്നുള്ളത്. പ്രാർത്ഥിക്കേണ്ടവരിരുന്നുറങ്ങുമ്പോൾ നമ്മുടെ ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ദേശത്തെ രക്ഷിക്കാൻ ദൈവത്തിനാകും എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഒരു 3-4 വർഷത്തിനുള്ളിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ മൊത്തം അവസ്ഥകൾ മാറാൻ പോവുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കാലഘട്ടത്തിലേക്ക് വരിക. ഒരു കുർബാന കിട്ടാൻ ആഗ്രഹിക്കും. നിങ്ങൾ ഒന്ന് കുമ്പസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഒരു വചനം കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗം, ഈ പകർച്ചവ്യാധി ഒന്ന് മാറിയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആഗ്രഹിക്കും. ഈ പ്രകൃതിക്ഷോഭം ഒന്ന് ഒഴിവായിരുന്നതെങ്കിലും നിങ്ങളൊന്ന് ആഗ്രഹിക്കുന്ന കാലഘട്ടത്തിലേക്ക് വരിക. പ്രവചനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് വരിക. അവരുടെ 2ാം വരവിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മളല്ല, നിങ്ങൾ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഞങ്ങളൊക്കെ രാത്രി 2 മണിക്കൂറൊക്കെ ഉറങ്ങണേ പ്രിയപ്പെട്ടവരെ. ഇവിടെ മാത്രമല്ല, വർഷങ്ങളായിട്ട് ഈശോനെ അറിഞ്ഞതിന് ശേഷം രാത്രിയിൽ ഉറക്കം കൂടിപ്പോയാൽ 2 മണിക്കൂറൊക്കെ ഉള്ളൂ. പിന്നെ പ്രാർത്ഥനയാണ്. ഉണർന്നിരിക്കണം. പകല് ഉപവാസവും രാത്രി ഉറക്കം നിൽക്കലുമാണ്. പകൽ മുഴുവൻ പട്ടിണിയും രാത്രി ഉറക്കം നിൽക്കലുമാണ്. കാരണം ആർക്ക് വേണ്ടിയിട്ടാണ്? എനിക്ക് വേണ്ടിയിട്ടല്ല. പരിത്യാഗം ചെയ്യുന്നതൊന്നും, നമ്മൾ പരിത്യാഗ പ്രവൃത്തി ചെയ്യുന്നതൊന്നും നമുക്ക് വേണ്ടിയിട്ടല്ല. സ്വർഗത്തിൻ്റെ ഇഷ്ടം നിറവേറ്റല. അതുകൊണ്ട് തന്നെ ഈശോ ഈ കാലഘട്ടങ്ങളിൽ ഈശോ പ്രത്യേകം തന്നൊരു സന്ദേശം എന്താണെന്നറിയോ? കേരളം വിട്ടു പോവാനാണ്. കേരളം വിട്ട് ശുശ്രൂഷ തലം കേരളത്തിൽ നിന്ന് മാറ്റി സ്ഥാപിക്കാനാണ് ഈശോ മെസ്സേജ് തന്നേക്കണത്. ഞാൻ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. കാരണം കേരളത്തിൽ ഈശോയെ അറിയാത്ത ആരുമില്ല. എല്ലാവർക്കും ഈശോയെ അറിയാം. വിജാതിയർക്കും ക്രിസ്ത്യാനികൾക്കെല്ലാം ഈശോയെ അറിയാം. ഈശോ എന്താണെന്നുള്ള അറിയാം. പക്ഷേ ഈശോ എന്നുള്ള പേര് കേൾക്കാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേരളത്തിന് വെളിയിൽ. ഈശോയെ പറ്റി കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒത്തിരി പേരുണ്ട്. അവിടേക്ക് പോകാനാണ് ഈശോ പറയുന്നത്. അവിടേക്ക് പോകാനാണ് പറഞ്ഞത്. കാരണം നിങ്ങൾ ഉറക്കമല്ലേ. നിങ്ങളോട് അവർ കേൾക്കും എന്നാൽ ഗ്രഹിക്കുകയില്ല എന്ന് പറയുന്ന വചനം നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നിങ്ങൾക്കറിയില്ല, സാത്താൻ ഒരുക്കി വെച്ചിരിക്കുന്ന കെണി നിങ്ങളുടെ വീടിന് ചുറ്റുവട്ടത്ത്, നിങ്ങളുടെ ദേശത്തിൽ സാത്താൻ ഒരുക്കി വെച്ചിരിക്കുന്ന കെണികൾ ഓരോ ദേശം, അതായത്
ഈ ദിവസങ്ങളിലെല്ലാം ഈ കഴിഞ്ഞൊരു 4-5 മാസമായിട്ട് കേരളത്തെ മൊത്തം എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കേരളത്തെ മൊത്തം എടുത്തു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ജില്ല തിരിച്ച്, ജില്ലയിലുള്ള ഓരോ ദേശം തിരിച്ചു വെച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശം എടുക്കുമ്പോൾ ഒരെണ്ണത്തിനെ സാത്താൻ വെറുതെ വിട്ടിട്ടില്ല. ഒറ്റ ജില്ലകളെ സാത്താൻ വെറുതെ വിട്ടിട്ടില്ല. ഈ ഓരോ സ്ഥലത്തും ഓരോ തരത്തിൽ അവൻ കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൻ്റെ കെണി ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ സേഫ് ആണെന്നുള്ളത്, നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ ആരോഗ്യത്തിലാണെന്നുള്ളത്, നിങ്ങൾ വിചാരിക്കേണ്ട ഇന്ന് നിങ്ങൾ ഉറങ്ങിക്കോ, നാളെ നിങ്ങളുടെ മക്കളെ സാത്താൻ വിട്ടുകൊടുക്കാൻ ഇരുന്ന് ഉറക്കമായത്. നിങ്ങളുടെ മക്കളെ സാത്താന് സമർപ്പിക്കുക നിങ്ങൾ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഇന്ന് ഉണർവോടെ ഇരുന്നാലാണ് നാളെ അതിൻ്റെ ആ ഒരു ഫലം നിങ്ങളുടെ മക്കൾ അനുഭവിക്കുള്ളൂ. ഇന്ന് നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ നാളെ നിങ്ങളുടെ മക്കളുടെ കണ്ണുനീരിന് നിന്റെ ആത്മാവിനോട് കർത്താവ് വില ഈടാക്കും. നിന്റെ ആത്മാവിനോട് ദൈവം വില ഈടാക്കുന്ന ആളെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദേശത്തിൻ്റെ മേല് വ്യാപിച്ചിരിക്കുന്ന അരൂപിയുണ്ട്. ദേശത്തിൻ്റെ മേല് സാത്താൻ ഒരുക്കി വെച്ചിരിക്കുന്ന കെണികളുണ്ട്. ആ കെണികൾ അതിനെതിരെ പടപൊരുതി അതിനെതിരെ വിജയിക്കണമെങ്കിൽ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം ആവശ്യമാണ് ദേശത്തിൻ്റെ മേല്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ അർഹതയുള്ള, പ്രാർത്ഥിക്കാൻ വിളിയുള്ള വ്യക്തികളെ ദേശത്തിന് ആവശ്യമുണ്ട്. നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഒരു ധ്യാനം കൂടാൻ വേണ്ടി നിങ്ങൾ വന്നിരിക്കുന്നതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ധ്യാനം കൂടാൻ വേണ്ടി നിങ്ങൾ വന്നിരിക്കുന്നതല്ല. ഓരോ ധ്യാനവും അനേകം ദേശത്തിന് വേണ്ടി, അനേകം മക്കളെ ഉണർത്താനായിട്ടുള്ള കൃപ നിങ്ങൾക്ക് തരാൻ വേണ്ടി കർത്താവ് നിങ്ങളെ ധ്യാനം കൂടിപ്പിക്കുന്നതാണ്. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപയാണ് ഓരോ ധ്യാനത്തിൽ നിന്ന് നിങ്ങൾ നേടിയെടുക്കുന്നത്. അതല്ലാതെ നിങ്ങളുടെ രോഗം മാറാൻ വേണ്ടി നിങ്ങൾ ധ്യാനത്തിന് വരണ്ട. നിങ്ങളുടെ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ധ്യാനത്തിന് വരണ്ട. ഞാൻ പറഞ്ഞാൽ ഓരോ ജില്ല തിരിച്ച് ഓരോ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെയെല്ലാം വലിയ പകർച്ചവ്യാധികളും പ്രകൃതിക്ഷോഭങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് സമീപഭാവിയിൽ നടക്കേണ്ടതായിട്ടുള്ള കുറേ ദുരന്തങ്ങളെ തന്നെയാണ് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നത്. ഒന്നും നല്ലതില്ല, ഒന്നും നല്ലത് കാണിക്കുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചോ ഉണർന്നിരുന്ന് സകല വൈദികർക്കും വേണ്ടി, നിങ്ങൾ പ്രാർത്ഥിച്ചോ ഉണർന്നിരുന്ന് സകല സന്യസ്തർക്കും വേണ്ടി, നിങ്ങൾ പ്രാർത്ഥിച്ചോ ഉണർന്നിരുന്ന് സഭയ്ക്ക് വേണ്ടിയിട്ട് ഉണർന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചോ നിങ്ങൾ. അതല്ലെങ്കിൽ നാളെ ഒരിക്കൽ നിങ്ങൾക്കിതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ടി വരും. ആയുസ് തീർന്നുകൊണ്ടിരിക്കുക. ഇന്നൊരു ദിവസം തീർന്നോ, നിൻ്റെ മരണത്തിലേക്കുള്ള ഒരു ദിവസം അടുത്തു എന്നുള്ളതാണ്. ഇന്നൊരു ദിവസം തീർന്നോ, അത് കഴിഞ്ഞു എന്നുള്ളതല്ല, മരണത്തിലേക്കുള്ള നിൻ്റെ ഒരു ദിവസം അടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ചിരിച്ചും ഉല്ലസിച്ചും ഉറങ്ങി നിങ്ങളുടെ ജീവിതം തീർക്കുമ്പോൾ നിങ്ങളിലൂടെ നാളെ നിങ്ങളുടെ മക്കൾ അനുഭവിക്കേണ്ട ദുരന്തമാണ് ഈ കിടന്നുറങ്ങുന്നത് വഴി നിങ്ങൾ വിളിച്ചു വരുത്തുന്നത്. മറക്കരുത്. ഒരു കുടുംബത്തിൽ ഒരെണ്ണം ധ്യാനം കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒരെണ്ണത്തിലൂടെ ആ കുടുംബത്തെ വിശുദ്ധീകരിക്കുക എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആ പദ്ധതിക്കാണ് നിങ്ങൾ തടസ്സം നിൽക്കുന്നത്. മറക്കരുത്. ഒരു കുടുംബത്തിലൂടെ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുണ്ട്. ഒരു കുടുംബത്തിൽ ഗാർഹിക സഭയാണ്. ഈ ഗാർഹിക സഭയെ നേടിയെടുക്കാൻ ആ കുടുംബത്തെ മൊത്തമല്ല, ഒരെണ്ണത്തെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ ഒരെണ്ണമാണ് ഈ കൂട്ടത്തിലിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ വിളിക്കപ്പെട്ട ഒരെണ്ണം ഇവിടെ എത്രത്തോളം വില കൊടുത്തിരിക്കുന്നു അതനുസരിച്ചാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണം. ഇന്നലെ 40-40ഓളം പേര് എന്നെ വന്ന് കണ്ടതാ. ഒരൊറ്റ ഒരെണ്ണത്തിൻ്റെ കുടുംബത്തിൽ മര്യാദക്കുള്ളൊരു ജീവിതമുള്ള ഒരെണ്ണം ഇന്നലെ കാണാൻ എന്നെ വന്നില്ല. ആ വന്നതെല്ലാം ഇപ്പം ഇവിടെ ഇരുന്ന് ഉറങ്ങുക. അപ്പോൾ പിന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ പറയണ്ട. നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇന്നലെ എന്നെ കാണാൻ വന്നതിൽ 40 പേരിൽ ഉറങ്ങായിരുന്നു എല്ലാം. അപ്പോൾ പിന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിശേഷം പറയാൻ ബ്രദറിൻ്റെ അടുത്ത് വന്ന്, ബ്രദർ ദൈവമൊന്നുമല്ല, നിങ്ങളുടെ ജീവിത വിശേഷം വന്ന് പറയേണ്ടത് തമ്പുരാൻ്റെ അടുത്താണ്. നീ ധ്യാനം അതിനൊരു വഴി മാത്രമാ. നീ തിരുത്തിയിട്ടില്ല ഇതുവരെ, പിന്നെ എങ്ങനെ നിന്റെ കുടുംബം മാറും? നീ തിരുത്തിയിട്ടില്ല. ഈ കിടന്നുറങ്ങുന്നതിൻ്റെ കുടുംബത്തിലല്ല ഇന്നലെ പറഞ്ഞ ഈ കഷ്ടതകളൊക്കെ നടക്കണേ. എങ്ങനെ വരാതിരിക്കും? ഇതല്ലേ അവസ്ഥ, ഇതല്ലേ നീ ഇതാണെങ്കിൽ നിന്റെ കുടുംബം എന്തായിരിക്കും? കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ അവനോടുകൂടെ ആയിരിക്കുന്ന അവസ്ഥയിൽ നീ ഇങ്ങനെയാണെങ്കിൽ പാപം പ്രലോഭനത്തിൻ്റെ അവസ്ഥയിൽ നീ എന്തായിരിക്കും? ഊഹിക്കാവുന്നതേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ.
ദൈവത്തോടുകൂടെ ആയിരിക്കുന്ന, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന സ്വർഗതുല്യമായ അവസ്ഥയിൽ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ പറ്റുന്നില്ലെങ്കിൽ സാത്താൻ ഒരു പ്രലോഭനമായിട്ട് വന്നാൽ നിങ്ങൾ ഒരിക്കലും നിയന്ത്രിക്കില്ല. നിങ്ങൾ നിന്നു കൊടുക്കും തുണി അഴിച്ചിട്ട്. ഏതവസ്ഥയിലേക്കാണെങ്കിലും നിന്നു കൊടുക്കും നമ്മൾ. പ്രിയപ്പെട്ടവരെ, കിട്ടിയ അവസരം, ദൈവത്തോടു കൂടെ ആയിരിക്കാൻ കിട്ടിയ അവസരത്തിൽ കിട്ടാവുന്നതിനെ സ്വീകരിച്ച് ആത്മാവിനെ വിശുദ്ധീകരിക്കാൻ നിങ്ങൾ ഒരുങ്ങിക്കോ. നാളെ ഇതുപോലും കിട്ടാത്ത അവസ്ഥ വരും. ഇതുപോലും കിട്ടാത്ത അവസ്ഥ നാളെ വരും. അന്ന് നിങ്ങൾക്ക് ദുഃഖിക്കാനോ നിങ്ങൾക്ക് കരയാനോ ഒന്നും ദൈവം അവസരം തരില്ല. സമയം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ജീവിക്കാൻ തീരുമാനം എടുക്കല്ലേ പ്രിയപ്പെട്ടവരെ. യേശുവിനെ പ്രതി എന്തെങ്കിലും ഒരു വില കൊടുക്കണ്ടേ? ശരീരത്തിനെ പ്രതി, യേശുവിനെ പ്രതി എന്തെങ്കിലും ഒരു വില, എന്തെങ്കിലും കൊടുത്തോ നിങ്ങൾ? ഈ ഇത്രയും ഇന്നലെ തൊട്ടിരുന്ന് ഉറങ്ങുന്നവർ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പം ഇത് പറയുമ്പോഴും ഉറങ്ങുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തെയാ നിങ്ങൾ മാനിക്കുന്നേ, സ്വർഗത്തിൻ്റെ ഇഷ്ടത്തെയല്ല. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇഷ്ടത്തെ നിങ്ങൾ ഇപ്പോഴും മാനിച്ചുകൊണ്ടിരിക്കുക. ശരീരത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ദൈവത്തെയല്ല നിങ്ങൾ തൃപ്തിപ്പെടുത്തണേ. ഞാൻ പറഞ്ഞു നിങ്ങൾ മുഖം കഴിയിട്ട് വന്നിരിക്കുക, പറഞ്ഞു മാറി നിൽക്കുക, പുറത്തിരിക്കുക. ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ എവിടെയാണോ അവിടെ ഇരുന്ന് വീണ്ടും അതെ ഉറക്കത്തിലേക്ക്. 1.5 മണിക്കൂർ എടുക്കേണ്ട ടോക്കിൽ 1 മണിക്കൂർ ഉറക്കം മാറ്റാൻ വേണ്ടി ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൽ കുറേ സമയം പാട്ടും ടോക്ക് പോയി. ഇനി കുമ്പസാരം, പരിശുദ്ധ കുർബാന, പിന്നെ ഇനി എന്താ കിട്ടണേ നിങ്ങൾക്ക്? ഒന്നും കിട്ടില്ല. എനിക്കിനിയും ദൈവജനത്തെ ഈശോ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ പോയി കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കും. എനിക്കല്ല നഷ്ടം. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുള്ളതിനെ നിങ്ങൾ തന്നെ നിഷേധിക്കുക. നിങ്ങൾ ഒരെണ്ണം ഉറങ്ങിയാൽ ഞാൻ എടുക്കില്ല, ക്ലാസ് കൊടുക്കില്ല. എൻ്റെ രീതി അതാ. കാരണം വെറുതെ എന്തിനാ? വിലപ്പെട്ട മുത്ത് പന്നിക്കിട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉറങ്ങാനാണെങ്കിൽ നമ്മൾക്ക് ഗാന ശുശ്രൂഷയും പ്രൈസ് ആൻഡ് വർഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോവും. ക്ലാസ്സുകളുണ്ടാവില്ല. ഉറങ്ങുന്നവരോട്, ഉറങ്ങുന്ന കണ്ണിനോട് കർത്താവിനെ പ്രഘോഷിക്കാൻ ഈശോ എന്നോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. കൊടുക്കില്ല. അവൻ വചനമാണ് എറിഞ്ഞു പിടിപ്പിക്കുന്നത്. വചനത്തെ ഈശോയാ എറിഞ്ഞിട്ട് തരുന്നത്. ഇതിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഡെഡ് ബോഡിയിലേക്ക് ഞാൻ തരത്തില്ല. അതുകൊണ്ട് ക്ലാസ് കിട്ടില്ല. നിങ്ങൾക്ക് ക്ലാസ് തരില്ല, ഒരിക്കലും തരില്ല. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത്. നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് ധ്യാനം കൂടാനാണോ വന്നത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ പറഞ്ഞില്ലേ, വില കൊടുത്തിട്ടാണ് നിൽക്കണം കേട്ടോ. അല്ലാതെ വെറുതെ എന്തെങ്കിലും വന്ന് ഇവിടെ ഷോ കാണിക്കുകയല്ല. ശരീരം കൊണ്ടും ജീവിതം കൊണ്ടും വില കൊടുത്തിട്ടാണ് ഇവിടെ വന്ന് നിൽക്കണത്. ശരീരം കൊണ്ടും ജീവിതം കൊണ്ടും വില കൊടുത്തിട്ടാണ് നിൽക്കണേ. ഞാനിവിടെ നിങ്ങളോട് പ്രഘോഷിക്കുമ്പോൾ കുടുംബത്തിൽ കുറേ പേര് സഹിച്ചതിൻ്റെ ബാക്കിയാണ് ഇപ്പോഴവിടെ സഹിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഓരോ ടോക്കിലും ഓരോ ശുശ്രൂഷയിലും കുടുംബത്തിൽ കണ്ണുനീര് ഒഴുക്കാതെ ഒരു ശുശ്രൂഷ എൻ്റെ ഇന്നുവരെ ഈശോ നടത്തിയിട്ടില്ല. ഇന്നുവരെ ഈശോ നടത്തിയിട്ടില്ല. ഒരു ശുശ്രൂഷകളും കുടുംബത്തിൽ കണ്ണുനീര് ഒഴുക്കാതെ ഒരു ശുശ്രൂഷയും ഞാൻ ഒരു വചനവും പ്രഘോഷിച്ചിട്ടില്ല. ടെൻഷനാ. ഓരോ വചനം നിങ്ങൾക്ക് തരുമ്പോഴും ഉള്ളിൽ തീയുണ്ട്. കാരണം അവിടെ നീറുന്നുണ്ട് ഒരെണ്ണം. അവിടെ നീറുന്നതിൻ്റെ ബാക്കിയാണ് നിങ്ങൾക്ക് ഇട്ട് തരുന്നത്. സഹനത്തിൻ്റെ മാക്സിമത്തിൽ നിന്നിട്ടാണ് വചനം കൊടുക്കുന്നത്. സുഖിച്ച് ജീവിക്കുന്നവരല്ല ഞങ്ങൾ. സുഖിച്ച് എല്ലാ ആർഭാടത്തിലും ജീവിക്കുന്നവരല്ല ഞങ്ങൾ. ഇവിടെ എത്താൻ പെട്ട പാടുവരെ അങ്ങനെ തന്നെയാണ്. ഇവിടെ എത്താൻ, ഈ ധ്യാനിപ്പിക്കാൻ ഇവിടെ എത്താൻ എടുത്തതും സഹനത്തിലൂടെ തന്നെ ഇവിടെ എത്തിയത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നിങ്ങളിങ്ങനെയാണ് നിങ്ങളെ പോക്കെങ്കിൽ ഉറങ്ങിക്കിടക്കുന്നവരോട് സുവിശേഷം പ്രഘോഷിക്കില്ല. ഒത്തിരി ശുശ്രൂഷകൾ ഞാനിങ്ങനെ ഉപേക്ഷിച്ചിട്ടുണ്ട്. 3 ദിവസത്തെ ധ്യാനം ഒറ്റ ദിവസം കൊണ്ട് കളഞ്ഞത്. ഒത്തിരി ധ്യാനങ്ങൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോന്നിട്ടുണ്ട് മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട്. എല്ലാവരെയും പോലെ ഞാൻ ചെയ്യില്ല, എനിക്ക് പറ്റില്ല പരിപാടി. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കണമെങ്കിൽ ഉണർന്നിരിക്കണം, ഉണർന്ന് തന്നെ ഇരിക്കണം. ഇവിടെ തമാശയും കളിയൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ അട്ടഹസിച്ച് ചിരിപ്പിക്കുന്ന രീതിയിൽ ക്ലാസ്സുകൾ പോകാനായിട്ടൊന്നും എനിക്ക് പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് തരുന്നതേ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അത് സ്വീകരിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം ഇവിടെ ഇരുന്നാൽ മതി. അല്ലാത്തവർ ഇരിക്കരുത്. നിങ്ങൾക്ക് എഴുന്നേറ്റ് മാറി നിൽക്കുക. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾ മുഖം കഴുകി വന്നിരിക്കുക. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ എടുത്തു വെച്ചിട്ട് പരിശുദ്ധാത്മാവ് തന്നൊരു ഫ്ലോയിലേക്ക് വരുമ്പോൾ വീണ്ടും നിങ്ങൾ വാ പൊളിച്ചിരുന്ന് ഉറങ്ങുക.
അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളുടെ കുടുംബത്തിലുള്ള അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കളോടായ സുവിശേഷം ഈശോ പ്രസംഗിക്കുന്നത്, ഞാനല്ല. നിങ്ങളിവിടെ നിന്ന് വചനം ശ്രവിക്കുമ്പോൾ ഈ വചനം സ്വീകരിക്കുന്നത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ തലമുറകളിൽ നിന്ന് മരിച്ച ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾ നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നുണ്ട്. നിങ്ങളിലൂടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നത് നിങ്ങളുടെ തലമുറയിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾ വരെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ സുവിശേഷം സ്വീകരിക്കുമ്പോൾ, വചനം സ്വീകരിക്കുമ്പോൾ നിങ്ങൾ മാത്രമാണ് വചനം സ്വീകരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങളുടെ തലമുറകളാണ് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്നത്. അവർക്കുള്ള വിടുതൽ ഈ എവിടെ നിങ്ങൾ വചന പ്രഘോഷണം ശ്രവിക്കാൻ പോയാലും അവർക്കുള്ള വിടുതലാണ് ഓരോ വചന പ്രഘോഷണത്തിലൂടെയും ദൈവം നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉണർവോടുകൂടെ, വിശുദ്ധിയോടുകൂടെ, വിശ്വാസത്തോടുകൂടെ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുക. എഴുന്നേറ്റ് നിൽക്കാം. ഭക്ഷണത്തിനുള്ള സമയമായി, അതെന്തായാലും മുടക്കണ്ട. എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ ദൈവത്തിന് മുമ്പിൽ അടച്ചേ. കണ്ണുകൾ ദൈവത്തിന് മുമ്പിൽ അടച്ചേ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചേ. നമ്മുടെ ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകളും സമർപ്പിച്ചേ. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവസ്ഥകളെ സമർപ്പിച്ചേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ നിറയപ്പെടുവാൻ തടസ്സമായിട്ട് നമ്മളിൽ കുടികൊള്ളുന്ന എല്ലാ പാപവാസനകളുടെ, പ്രലോഭനങ്ങളുടെ, മറ്റു തലത്തിലുള്ള പ്രവണതകളുടെ എല്ലാ മേഖലകൾ ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് കൊടുത്തേ. എവിടെയെല്ലാം നമ്മൾ കെട്ടപ്പെട്ടിരിക്കുന്നുണ്ടോ ആ കെട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥകളിലേക്ക് ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയക്കണമേ എന്നാഗ്രഹിച്ചേ. എവിടെയെല്ലാം നിങ്ങൾ കെട്ടപ്പെട്ടിട്ടുണ്ടോ ആ കെട്ടപ്പെട്ട അവസ്ഥകളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ദൈവമേ നീ അയക്കണമേ എന്നിങ്ങൾ ഈ സമയം ദാഹത്തോടെ ആഗ്രഹിച്ചേ. നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്ന, ഇന്നേ ദിവസം കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തെയും യേശുവിൻ്റെ തിരക്തത്താൽ വിശുദ്ധീകരിക്കണമേ എന്ന് ഈ സമയം പ്രാർത്ഥിക്കട്ടെ. വിതച്ചത് മുതൽ വിളമ്പിയത് വരെയുള്ള ഓരോരുത്തരെയും ദൈവമേ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആ ഭക്ഷണം നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് നമ്മൾക്ക് രോഗസൗഖ്യത്തിനുള്ള ദിവ്യ ഔഷധമാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ആ ഭക്ഷണത്തെ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ദൈവസ്നേഹം എന്നിവ നമ്മളിലേക്ക് കടന്നു വരുവാനായിട്ട് ഉള്ളതായിട്ട് ആ ഭക്ഷണത്തെ നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,